വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1052/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിനു മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ 51ാമത്തെ ചോദ്യം, കേരള ബാങ്ക് വാസ് ഒഫീഷ്യലി ഫോംഡ് ഓൺ. കേരള ബാങ്ക് ഒഫീഷ്യലായിട്ട് ഫോം ചെയ്തത് എന്നാണ്. അപ്പോൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡേറ്റ് എന്തായാലും പഠിച്ചിരിക്കണം, പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏതാണ് ഡേറ്റ് വരിക? കേരള ബാങ്ക് ഒഫീഷ്യലി ഫോം ചെയ്ത വർഷം 29/11/2019 അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ എളുപ്പമുള്ളൊരു ഫാൻസി നമ്പർ പോലത്തെ നമ്പറാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. 29/11/2019 എന്നതാണ് കേരള ബാങ്കിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് വിച്ച് ഡിവൈസ് ഈസ് റിക്വയർഡ് ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമായ ഡിവൈസ് ഏതാണെന്നാണ്. CD ഡ്രൈവ് ആണോ? അല്ല അല്ലേ. പിന്നെ NIC കാർഡാണോ? അല്ല. ജോയ്സ്റ്റിക്ക് ആണോ? അല്ല. മോഡമാണോ? അതെ, മോഡം വേണം അല്ലേ. മോഡം വെച്ചിട്ടാണ് നമ്മൾ നെറ്റൊക്കെ കണക്ട് ചെയ്യില്ലേ. അപ്പോൾ അതാണ് സംഭവം. മോഡുലേഷൻ ഡിമോഡുലേഷൻ നടക്കുന്ന സംഭവമാണ് മോഡം. രണ്ടും, അതായത് സിഗ്നൽസിനെ മാറ്റുന്നത് രണ്ടും നടക്കുന്നുണ്ട് മോഡത്തിലൂടെ. മോഡുലേഷനും നടക്കുന്നുണ്ട്, ഡിമോഡുലേഷനും നടക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഹു ഈസ് ദ ഫാദർ ഓഫ് ഇമെയിൽ. ഇമെയിലിൻ്റെ പിതാവ് ആരാണെന്നാണ്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് പോൾ ബുച്ചെൽട്ടാണ്. ആരാണ് ഈ പോൾ ബുച്ചെൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരാണ് ആദ്യമായിട്ട്? അതായത് ഇദ്ദേഹം ഗൂഗിളിൻ്റെ, അതായത് ജിമെയിൽ ഉണ്ടല്ലോ, അപ്പോൾ ജിമെയിലിൻ്റെ ക്രിയേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, ജിമെയിൽ കണ്ടെത്തിയതാണ്. അദ്ദേഹം ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവരുടെ ഒരു സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ജിമെയിൽ എന്ന് പറഞ്ഞ സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? ഈ പോൾ ബുച്ചെൽട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ജിമെയിലിൻ്റെ ഫൗണ്ടറായിട്ടാണ് പോൾ ബുച്ചെൽട്ട് അറിയപ്പെടുന്നത്. പിന്നെ ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അല്ലേ. പിന്നെ വിൻഡർസർഫ് ആരാണ്? ഇൻ്റർനെറ്റിൻ്റെ ഫാദറാണ് കേട്ടോ. ഇൻ്റർനെറ്റിൻ്റെ ഫാദർ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹമാണ് TCP/IP പ്രോട്ടോക്കോളില്ലേ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസായ TCP/IP ഫൗണ്ട് ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡർസർഫാണ്. പിന്നെ ഉള്ളത് റേ ടോമിൽസൺ ആണ്. അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇമെയിലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റേ ടോമിൽസൺ ആണ് ഇമെയിലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോൾ ബുച്ചെൽട്ട് ആരാണ്? ജിമെയിൽ ഉണ്ടാക്കിയ ആളാണ്. ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ്. വിൻഡർസർഫ് ഇൻ്റർനെറ്റിൻ്റെ പിതാവുമാണ്. പിന്നെ TCP/IP പ്രോട്ടോക്കോളിൻ്റെ ഫൗണ്ടറും കൂടിയാണ്. പിന്നെ അടുത്തത് പറയുന്നത് എക്സ്പാൻഡ് SLR എളുപ്പമുള്ള ചോദ്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നതാണ് SLR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് സെൻട്രൽ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ. സെൻട്രൽ മിനിസ്റ്റർ ആരാണ്? മിനിസ്ട്രി ഉണ്ടാക്കിയപ്പോൾ തൊട്ട് അമിത്ഷാ തന്നെയാണ് എന്ത് സെൻട്രൽ മിനിസ്റ്റർ കോർപ്പറേഷൻ അല്ലേ. സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത് അമിത്ഷാ തന്നെയാണ്. അപ്പോൾ മിനിസ്ട്രി 2021 കേട്ടോ. ഇപ്പോൾ 3 വർഷം, കഴിഞ്ഞ വർഷത്തെ 3 വർഷം ഒക്കെ ദിനാചരണമൊക്കെ നവംബറിൽ നടന്നിരുന്നു. അടുത്തത് റോമൻ ന്യൂമറൽ XL എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? എക്സും 10ഉം L ആണ് ശരിക്കും അല്ലേ. 10L. അപ്പോൾ ഈ L എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? 10ആണ്. ഇങ്ങനെയുള്ളൊരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അത് എന്തിനെയാണ്? 50 ആണോ, 90 ആണോ, 60 ആണോ, 40 ആണോ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏതാണ് ഉത്തരം? 40 ഉത്തരം കേട്ടോ. 40 ഉത്തരം. അടുത്തത് ഈ മാത്തമാറ്റിക്കൽ സിമ്പൽ, അതായത് ഇതുണ്ട് ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ എന്താ സംഭവം? ഇത് ഗ്രേറ്റർ ദാൻ ആണ്, ഇത് ഈക്വൽ ടു ആണ് അല്ലേ. അപ്പോൾ അതെന്താ സംഭവം? ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഇതിൻ്റെ ഉത്തരം വരിക കേട്ടോ. എന്താ വരിക? ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അടുത്തത് ദ ലാൻഡ് ഓഫ് റിവേഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചാബാണോ, ഗുജറാത്താണോ, ബംഗാളാണോ, കേരളമാണോ? നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇവിടെ പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. നദികളുടെ നാട്, ലാൻഡ് ഓഫ് റിവേഴ്സ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതാണ് പഞ്ചാബിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ചണ്ഡീഗഡാണ് കേട്ടോ. ചണ്ഡീഗഡാണ് എന്തിൻ്റെ തലസ്ഥാനം? പഞ്ചാബിൻ്റെ തലസ്ഥാനം. എന്നാ രൂപീകൃതമായത്? നമ്മുടെ അതേ 1956 നവംബർ 1 തന്നെയാണ് പഞ്ചാബും രൂപം കൊണ്ട്. 1956 നവംബർ 1. പ്രധാന ഭാഷ പഞ്ചാബിയാണ്, അറിയാം. പ്രധാന നദികൾ, അതായത് ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ജലം, അങ്ങനെ കുറേ നദികളുണ്ട് പ്രധാന നദികളായിട്ട്. പിന്നെ പ്രധാന ആഘോഷങ്ങൾ പഠിക്കുകയാണെങ്കിൽ ലോഹ്രി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചാബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈശാഖി എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഫോം ഉണ്ട്, അതും ആഘോഷമാണ് കേട്ടോ. ബൈശാഖി എന്ന് പറഞ്ഞ ആഘോഷമാണ്. ഡാൻസ് ഫോംസ് പ്രധാനമായിട്ട് ബാംഗ്ര നൃത്തം കേട്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുമുണ്ട് സിനിമകളിലൊക്കെ. ഗിഡ, ബാംഗ്ര എന്നൊക്കെ ഉള്ള നൃത്തങ്ങൾ പഞ്ചാബുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാന നദികളാണ് ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ധലം എന്നിവ. സംസ്ഥാന മൃഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബക്കാണ് കേട്ടോ. ബ്ലാക്ക് ബക്കാണ് സംസ്ഥാന മൃഗം. സംസ്ഥാന പക്ഷി നോർത്തേൺ ഗോഷ്വാക്കാണ്. സംസ്ഥാന വൃക്ഷം ശീശമാണ്. പിന്നെ നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് ഈ ബാംഗ്ര നൃത്തം. ബാംഗ്ര നൃത്തം വളരെ ഫേമസ് ആണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെയാണ് അവരുടെ. അപ്പോൾ അത് ലുധിയാന, അമൃതസർ, ജലന്ധർ, പാട്യാല എന്ന് പറഞ്ഞ ധാരാളം നഗരങ്ങൾ എവിടെയുണ്ട്? പഞ്ചാബിലുണ്ട് കേട്ടോ. പഞ്ചാബിലെ ഏറ്റവും വലിയ നഗരമായിട്ട് അറിയപ്പെടുന്നത് ലുധിയാനയാണ്. നമ്മുടെ സ്വച്ഛ ഭാരത് മിഷൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ശൗചാലയം പണിയണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ലുധിയാനയിലാണ് പദ്ധതിയൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു പഞ്ചാബിന് മാത്രമല്ല ഈ ചണ്ഡീഗഡ്, ഹരിയാനയുടെയും കോമൺ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അപ്പോൾ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും പൊതു തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ചണ്ഡീഗഡ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ്, അമർജ്യോതിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട അമൃതസർ പഞ്ചാബിലാണ്. അമർജ്യോതി സ്ഥിതി ചെയ്യുന്നത് അമൃതസറിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പഞ്ചാബിൻ്റെ തലസ്ഥാന ജലജീവിയായിട്ട് നമ്മുടെ ഗംഗാ ഡോൾഫിനില്ലേ, അതിനെ ആണ് ഗംഗാ ഡോൾഫിനാണ് കേട്ടോ, ഇൻഡസ് ഡോൾഫിനാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഏഷ്യയ്ക്ക് ബെർലിൻ മതിൽ എന്ന് പറയുന്നതാണ് വാഗാ അതിർത്തി കേട്ടോ. വാഗാ അതിർത്തി അത് പഞ്ചാബിലാണുള്ളത്. ഒരു ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ഈ സൈനിക ഓപ്പറേഷൻസൊക്കെ നമ്മൾ സ്വാതന്ത്ര്യദിന പരേഡിലൊക്കെ കാണാം അല്ലേ. അതാണ്. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. പിന്നെ അതുപോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ഏതാണ്? പഞ്ചാബാണ് കേട്ടോ. പിന്നെ പഞ്ചാബ് ധാരാളം പ്രവർത്തനങ്ങൾ, അതായത് കൃഷിക്കായിട്ടുള്ള കർഷകർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സംസ്ഥാനമാണ്. കർഷകർക്ക് കിസാൻ സുവിധ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് കർഷകരെ ബന്ധപ്പെട്ടിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പഞ്ചാബ്. പഞ്ചാബ് പൊതുവെ കൂടുതലും കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ സുവർണക്ഷേത്രം അമൃതസറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമൃതസറിൽ ഒരു പട്ടണം ഉണ്ടാക്കിയതാണ് ഗുരു രാംദാസ് എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ ഒരു പട്ടണമൊക്കെ നിർമ്മിച്ചത്. അന്ന് അക്ബറായിരുന്നു മുഗൾ രാജാവ് ഭരിച്ചിരുന്നത്. അപ്പം അമൃതസർ പട്ടണം നിർമ്മിക്കാൻ മുഗൾ രാജാവായിരുന്ന അക്ബറാണ് സ്ഥലമൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ നോക്കുകയാണെങ്കിൽ ബട്ടിൻഡ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗുരു രാംദാസ് ജി ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, രാജാ ഝാൻസി വിമാനത്താവളം, അതാണ് പ്രധാനപ്പെട്ടത്. അമൃതസറിൽ ഉള്ള രാജാ ഝാൻസി വിമാനത്താവളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് പഞ്ചാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ കേട്ടോ. അപ്പോൾ ലാൻഡ് ഓഫ് റിവേഴ്സാണ് പഞ്ചാബ് എന്നോർക്കുക. പിന്നെ അടുത്തത് ഗ്രീക്ക് ഗോഡ് ഓഫ് ലവ്, അതായത് സ്നേഹത്തിൻ്റെ ദേവത. ഗ്രീക്കിൽ ഏതാണ്? ഇറോസ് എന്നാണ് കേട്ടോ. ഇറോസ് എന്നാണ് ആ പേര് അറിയപ്പെടുക. ഇതൊന്നും നമ്മൾ കേൾക്കാത്തതാണ്. ഇത് നമ്മുടെ SCUൻ്റെ ക്ലർക്ക് പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇനി നാഫഡിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നാഫഡിൻ്റെ എക്സ്പാൻഷൻ? ഫസ്റ്റുള്ള തന്നെയാണ് അല്ലേ, നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് നാഫഡിൻ്റെ എക്സ്പാൻഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാഫഡിൻ്റെ വർഷം ഏതാണ്? നമ്മുടെ ഒക്ടോബറിൽ ഗാന്ധി ജയന്തിയുടെ അന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ. ഗാന്ധി ജയന്തിയുടെ അന്ന് തുടങ്ങിയ സ്ഥാപനം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്.
അത് നമ്മുടെ നാഫഡാണ് കേട്ടോ. 2/10/1958 നാഫഡ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. 2/10/1958 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. എന്താ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇപ്പോൾ പറയുമ്പോൾ 2002 പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ ICL അംഗമാണ് കേട്ടോ. ICL അംഗമാണ് നാഫഡ്. ഇവരുടെ മേജർ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? NCDC ആണ് പ്രധാനപ്പെട്ട ഫണ്ട് കൊടുക്കുക. ആരാ പ്രധാനപ്പെട്ട ഫണ്ട് കൊടുക്കുക? NCDC ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരുണ്ട്? മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നടത്തുന്നത്. അവരിൽ എത്ര പേരുണ്ട്? 23 മെമ്പേഴ്സാണ് ഉള്ളത് കേട്ടോ. 23 മെമ്പേഴ്സാണ് ഉള്ളത് ഈ മാനേജ്മെൻറ്റിലുള്ളത്. പിന്നെ നാഫഡിൻ്റെ പണി എന്താ? നാഫഡ് ലാർജസ്റ്റ് പ്രൊക്യൂർമെൻ്റാണ്. പ്രൊക്യൂർമെൻറ്റും മാർക്കറ്റിംഗ് ഏജൻസിയും ഒക്കെയാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്. ഇന്ത്യയിലുള്ള എല്ലാ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ലാർജസ്റ്റ് പ്രൊക്യൂർമെൻറ്റ് നടത്തുന്നത് ആരാണ്? നാഫഡാണ്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ ബെനിഫിറ്റ്, ഫാർമേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ നടത്തി വരുന്നുണ്ട്. പബ്ലിക്കേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് ടൂർ എപ്പോഴും ചോദിക്കുന്നതാണ്. നാഫഡിൻ്റെയാണ് കോപ്പറേറ്റീവ് ടൂർ. വർഷം ഓർത്തിരിക്കുക 1986 കേട്ടോ. 86 പിന്നെ നാഫഡ് ന്യൂസും ഉണ്ട്. നാഫഡ് ന്യൂസ് അങ്ങനെ ചോദിച്ചു കാണാറില്ല. കോപ്പറേറ്റീവ് ടൂർ ചോദിച്ചു കാണാറുണ്ട്. പിന്നെ നാഫഡിൻ്റെ തന്നെ പ്രീമിയം ടീ ഉണ്ട്, CTC ഉണ്ട്, നാഫഡ് CTC ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ നാഫഡ് തുടങ്ങിയിട്ടുണ്ട്. നാഫഡിന് ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകൾ തുടങ്ങിയിട്ടുണ്ട് മധ്യപ്രദേശിൽ. അങ്ങനെ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് നാഫഡ് വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ എംപവറിങ് ഫാർമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോഗൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാണ്ട് അത് നാഫഡുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നാഫഡിന് ദുബായിൽ ഫോറിൻ ടെർമിനലുണ്ട്. പിന്നെ അതുപോലെ ന്യൂഡൽഹിയിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് കൂടി നാഫഡ് നടപ്പിലാക്കുന്ന പ്രോഗ്രാമാണ് എന്ത്? മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീം എന്ന് പറയും. MIS മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീം ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ് ത്രൂ നാഫഡ്. ഗവൺമെൻറ്റിലൂടെയാണ് നാഫഡ് ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ, അതാണ് പറയാനുള്ളത്. നാഫഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ അടുത്ത 10 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.